ലാവയുടെ ലാവ ബ്ലേസ് ഡുവോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയായിട്ടുള്ള പല കാര്യങ്ങളും പറയാനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ ബ്ലേസ് ഡുവോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ ലാവ അഗ്നി 3 എന്നുള്ള ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഡ്യുവൽ ഡിസ്പ്ലേക്ക് ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരുന്നു അത്. ആ ഒരു ഫോണിന്റെ താഴെ വരുന്ന ഡൗൺഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു വെർഷൻ ആയിരിക്കും മിക്കവാറും ഈ ഒരു ലാവ ബ്ലേസ് ഡുവോ എന്നുള്ള സ്മാർട്ട് ഫോൺ. ഇപ്പോൾ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ഇതിൽ വന്നേക്കാം. അപ്പം അഗ്നി 3ൽ 1.5K റെസൊല്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലോട്ട് വരുമ്പോൾ ഫുൾ HD റെസൊല്യൂഷൻ ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു ഡൗൺഗ്രേഡ് ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ 20,000 രൂപയ്ക്ക് താഴെ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഡ്യുവൽ ഡിസ്പ്ലേ മാത്രമല്ല, ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേയിൽ നമുക്ക് കർവ്ഡ് ഡിസ്പ്ലേ ലഭിക്കും. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. അപ്പം ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. ഇതിന് പുറമെ ഫോണിന്റെ ബാക്കിൽ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയും കൂടി വരുന്നതായിരിക്കും. 1.58 ഇഞ്ചിന്റെ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ ഇതിൽ വരും. അപ്പം ഇതിൽ ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണിക്കും. അതുപോലെ തന്നെ ഇതൊരു ക്യാമറ വ്യൂ ഫൈൻഡർ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പം ബാക്ക് ക്യാമറ വെച്ചിട്ട് തന്നെ സെൽഫി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. വില മിക്കവാറും 20,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ്. സെക്കൻഡറി ഡിസ്പ്ലേ എന്നുള്ളതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിന്റെ ആർട്ടിക് വൈറ്റ് അതുപോലെ തന്നെ സെലസ്റ്റിയൽ ബ്ലൂ എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7025 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു 5G പ്രോസസ്സറാണ്. 20,000 രൂപയ്ക്ക് താഴെ തരക്കേടില്ലാത്ത പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല പ്രോസസ്സർ എന്നും പറയാവുന്നതാണ്. പിന്നെ അഗ്നി 3ൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7300 എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അതിന്റെ താഴെ വരുന്ന ഒരു പ്രോസസ്സറാണ്. അപ്പം പ്രോസസ്സറിന്റെ കാര്യത്തിലും ചില ഡൗൺഗ്രേഡ്സ് ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 18,000-19,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്ത പ്രോസസ്സർ എന്നേ പറയാൻ പറ്റുള്ളൂ. ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ഒന്നും ആയിരിക്കില്ല ഇത്. പിന്നെ ഇതിൽ പെർഫോമൻസ് ആയിരിക്കില്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ ഡ്യുവൽ ഡിസ്പ്ലേ അതുപോലെ തന്നെ കർവ്ഡ് ഡിസ്പ്ലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. പിന്നെ ഈ ഒരു ഫോണിൽ 6GB റാം വെർഷനും അതുപോലെ തന്നെ 8GB റാം വെർഷനൊക്കെ വന്നേക്കാം. മിക്കവാറും ബേസ് വേരിയന്റിൽ തന്നെ 128GB ഇന്റേണൽ വരുന്നതായിരിക്കും. ചിലപ്പം 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. LPDDR5ന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 20,000 രൂപയ്ക്ക് താഴെ അത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ Android 15 അപ്ഡേറ്റും ലഭിക്കുന്നതായിരിക്കും. പിന്നെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ Android 15 സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. ഇത് സോണിയുടെ ഒരു സെൻസർ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ സെൻസറിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പം ഇതൊരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ആയേക്കാം. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള അഗ്നി 3ൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു ഡൗൺഗ്രേഡ് എന്നുള്ള രീതിയിലായിട്ട് ഇതിൽ ടെലിഫോട്ടോ ലെൻസ് വന്നോളണം എന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൽ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി വരുന്നതായിരിക്കും. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. അപ്പോൾ ചാർജിങ് സ്പീഡിന്റെ കാര്യത്തിലും ഒരു ഡൗൺഗ്രേഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ December 16 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ലാവ അഗ്നി 3 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 23,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ഫോണിന്റെ വില അതിലും താഴെ ആയിരിക്കും. നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 18,000 to 20,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും
ലാവയുടെ ബ്ലേസ് ഡുവോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.